ഫുട്ബോൾ കമ്പമുണ്ട്. അർജന്റീനയുടെ ഫാനാണ്. സംഗീതത്തിലും ഇഷ്ടമുണ്ട്. എം കൃഷ്ണയാണ് ഇഷ്ടക്കാരൻ. താടിയുണ്ട്. മൊത്തത്തിലൊരു ഇടത് ലുക്കാണ്. പക്ഷെ എത്തിപ്പെട്ടത് കോൺഗ്രസിലായിരുന്നു. പാർലമെന്ററി വ്യാമോഹം തലയ്ക്ക് പിടിച്ചപ്പോഴാണ് പാലക്കാട്ട് ഒരു സീറ്റ് ചോദിച്ചത്. കിട്ടിയില്ല. അങ്ങനെയാണ് CPM-ലെത്തിയത്. ടിക്കറ്റ് കിട്ടി. നീറ്റായി തോറ്റു. പിന്നെ പുനരധിവാസം ചോദിച്ചു. അങ്ങനെ വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉപദേശക ജോലി കിട്ടി. 80,000 രൂപ ശമ്പളം. ഇതിലും മുന്തിയ ശമ്പളം കളഞ്ഞാണ് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയത്. ഇതൊരു തരം ചതിയായിപ്പോയി. പക്ഷെ തിരുന്നതും പോയി. ഉത്തരം താങ്ങിയതുമില്ല. ഡോക്ടർ പി സരിനെ CPM-ൽ ചേർക്കാൻ പണിയെടുത്തത് നിലമ്പൂർ അൻവറാണ്. പക്ഷേ അൻവർ MLA കുപ്പായവും ഊരിയാണ് തടി കഴിച്ചിലാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഡോക്ടർ ഭാഗം പഠിച്ചത്. പിന്നെ സിവിൽ സർവീസിൽ കയറി. അതും പോരെന്ന് തോന്നിയപ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. 9 വർഷത്തിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, കോൺഗ്രസ് IT സെൽ കൺവീനറായി. അങ്ങനെ ഇരിക്കെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തേങ്ങ വീണത്. രാഷ്ട്രീയം പോയപ്പോൾ സർക്കാരിൽ ശമ്പളക്കാരനായി. ഈ ശമ്പളത്തിനാണോ സരിൻ ഇക്കണ്ട കാലം മുഴുവൻ പഠിച്ചതും പണിയെടുത്തതും? ജനസേവനത്തിന് പണം വേണ്ടെന്നെങ്കിലും ഒരു തട്ടുതട്ടാമായിരുന്നു.